വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടൊരു പായസമാണ്. നമ്മൾ പറയാൻ കായ്ക്കറി എന്നാണ്. അപ്പം അമ്മ ഇങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ കായ്ക്കറിക്ക് ആവശ്യമായ 2 നേന്ത്രപ്പഴം ഇങ്ങനെ ചെറുതായി വട്ടത്തിലരിഞ്ഞതാണ്. അപ്പം ഇത് രണ്ടാം പാല്, തേങ്ങൻ്റെ രണ്ടാം പാലാണിത്. ഇത് ഒന്നാം പാല്. അപ്പോൾ നമുക്ക് ഈ പഴം രണ്ടാം പാലും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ പഴം ഈ പാത്രത്തിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന വരെ വേവിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ലൂസാക്കി കലക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മധുരം ഉണ്ടോ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം. മധുരം പാകമാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇനി നമുക്ക് ഇത് മൈദയും കുറച്ച് വെള്ളവും കൂട്ടി കലക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ടൈറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് കുറുകി വരും. ഈ മൈദ വെച്ച് കൊടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കായ്ക്കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കായ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.